നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നോമോഫോബിയനെ കുറിച്ചിട്ടാണ്. ഫോൺ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയെ സംബന്ധിച്ചിട്ട് ഒരാളിൽ ഉണ്ടാകുന്ന ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഇതിനാണ് നമ്മൾ നോമോഫോബിയ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ടെക്നോളജി അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസിന്റെ എക്സസീവ് യൂസ്, പിന്നെ ഫിയർ ഓഫ് ഡിസ്കണക്ഷൻ, മറ്റുള്ളവരുടെ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ്, അപ്ഡേറ്റ്സ് ഒക്കെ മിസ്സായി പോകുന്നുള്ളൊരു പേടി, മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ആങ്സൈറ്റി ഉണ്ടാവും, ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, പിന്നെ ഫിസിക്കൽ സിംറ്റംസ്, തലവേദന, സ്വെറ്റിങ്, പിന്നെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഫോണിലെ നോട്ടിഫിക്കേഷൻസ് വന്നോ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫ് ഫങ്ഷനിങ്, ഇപ്പോൾ നമ്മുടെ വർക്ക്, റിലേഷൻഷിപ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ CBT ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കാം. മാത്രമല്ല ഫോൺ യൂസിൻ്റെ ഒരു കൺട്രോൾ, ഫോൺ യൂസ് ചെയ്യുന്നതിന് അതിനൊരു ടൈമും, സെറ്റിംഗ് ബൗണ്ടറീസ്, പിന്നെ ഡീടോക്സിഫിക്കേഷൻ, ഒരു റെഗുലർ ബ്രേക്സ് ഇതിൽ നിന്ന് എടുക്കുക. താങ്ക് യു.